ഇതിൽ ആദ്യം ഉത്തരം പറയുന്ന ആൾക്ക് ഏറ്റവും ശരിയായ ഉത്തരം പറയാനുള്ള അവസരമുള്ളതുകൊണ്ട് നിങ്ങളിൽ ആരാദ്യം പറയണമെന്ന് തീരുമാനിക്കേണ്ടത് കണ്ടുപിടിക്കുന്നത് പുരുഷുവാണ്. എല്ലാവരും കൈ കൂപ്പി പിടിച്ച് ഞാൻ 1 2 3 എന്ന് പറയുമ്പോൾ നല്ല ഉച്ചത്തിൽ പുരുഷു എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കണം. റെഡി? 1 2 3. പുരുഷു എന്നെ അനുഗ്രഹിക്കണം. ഓ, അപ്പോ ആദ്യം അജീഷ് തന്നെ പറയട്ടെ. പുരുഷു ഒന്ന് നോക്കിക്കോണേ. ആ പറഞ്ഞു. സി. അടുത്തത് മെൽബീസ്. മെൽബീസിന് ഏതാ വേണ്ടത്? ബി. അങ്ങനെയാണെങ്കിൽ അടുത്ത ഡിന്നി പറയൂ. ഡി. അജീഷ്. എ. ആദ്യം അജേഷ്. അജേഷ് ശ്രദ്ധിച്ചു കേൾക്കുക. തിയേറ്ററുകളിൽ ഇന്റർവെല്ലിന് കഴിക്കാൻ ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താണ്? പോപ്കോൺ. നോക്കട്ടെ എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. ഈ പോപ്കോൺ തിന്നുന്നുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും? ഒരു നേഴ്സ് എന്നുള്ള നിലയിൽ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? പ്രശ്നമില്ലെന്ന് തോന്നുന്നു, അറിഞ്ഞൂടാ കറക്റ്റ്. ആ സ്ഥിതിക്ക് രണ്ടാമത് ആരാ പറയേണ്ടത്? ആ സ്ഥിതിക്ക് മിൽബിസ് പറയട്ടെ. ചിപ്സ്. ചിപ്സ് നോക്കട്ടെ എത്ര % ആൾക്കാർ തിന്നിട്ടുണ്ടെന്നുള്ളത്. 15% ആളുകൾക്ക് ഇഷ്ടം ചിപ്സ് ആണ്. ഇനി ആരാണ് പറയാനുള്ളത്? ഡിന്നി. കടല. കടല. ഡിന്നി കലക്കി ഡിന്നി. കാരണം എന്താ അറിയാമോ, ഈ പോപ്കോണൊക്കെ ഇപ്പോൾ വന്നോളൂ. ഒരു കാലഘട്ടം മുഴുവൻ കടലയാണ്. ഇത്രയും സാധനങ്ങളുടെ കുത്തിക്കയറ്റത്തിനിടയിലും വിജയശ്രീലാൾ ഇതിനായിട്ട് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്ന, ആഗോളവൽക്കരണത്തിന്റെ കരാളഹസ്തങ്ങളിൽപ്പെട്ട് ഞെരുങ്ങി അമരാതെ ഇപ്പോഴും കച്ചവടത്തിന് പൊടിപിടിക്കുന്ന ഒരു സാധനമാണ് കടല എന്ന് പറയുന്നത്. കുമ്പിള് കുത്തിയിട്ട് അതിനകത്ത് തരും. കപ്പലണ്ടി. മണല് വറുത്ത കപ്പലണ്ടി. അതിന്റെ ആ പൊതി മടക്ക് അടിച്ചു കഴിയുമ്പോൾ ഏറ്റവും അവസാനം ഒരു കടല അതിന്റെ ഏറ്റവും അടിയിൽ മൂലയ്ക്ക് കിടപ്പുണ്ടാവും. നമുക്ക് കിട്ടും. എത്ര ശതമാനം പേര് പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കാം കേട്ടോ. 20% പേരാണ് കടല പറഞ്ഞിട്ടുള്ളത്. ഇനി അജീഷ്. ഐസ്ക്രീം. ഐസ്ക്രീം. 22% പേര് ഐസ്ക്രീം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വെറുതെ ഡി എന്താണെന്ന് തുറന്നു നോക്കാം. ഓപ്പൺ ഡി. പപ്സ്. നിങ്ങൾ ആരെങ്കിലും കൊണ്ട് വീട്ടുകാരറിയാതെ സിനിമയ്ക്ക് പോയിട്ടുണ്ടോ? പോവാറുണ്ട്. പോവാറുണ്ട്. അല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, മനസ്സിലായല്ലോ. മനസ്സിലായി. അപ്പൊ ആരെയും കൊണ്ടാ സിനിമയ്ക്ക് പോയിട്ടുള്ളത്? ഫ്രണ്ട്സിനെ കണ്ടൊക്കെ പോയിട്ടുണ്ട്. ആ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നു? കുട്ടികളൊക്കെ ആയോ? കുട്ടികളൊക്കെ ആയെന്നാ തോന്നുന്നത്. അടുത്തത് ആരാണ് പറയേണ്ടത് കണ്ടെത്താൻ വീണ്ടും പുരുഷ വരികയാണ്. നമുക്ക് ഏറ്റവും കുറവ് മാർക്ക് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച് മിൽബിസിൽ നിന്ന് തുടങ്ങാം. മിൽബിസ് എടുത്തോ. ഡി. യെസ്. ഡിന്നി. എ. അജീഷ്. സി. അജേഷ്. ബി. ആദ്യത്തെ ചോദ്യം ഡിന്നിയോട്. ഡിന്നി, നാട്ടിലെ നേഴ്സുമാര് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്ന വിദേശ രാജ്യങ്ങൾ ഏതാണ്? ലണ്ടൻ. ലണ്ടൻ. യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലേ? നോക്കട്ടെ. മിൽബിസ്. ലണ്ടൻ ഒരു രാജ്യമല്ല, അതൊരു നഗരം മാത്രമാണ്. ഇംഗ്ലണ്ടിന്റെ തലസ്ഥാനമാണ്. യൂറോപ്യൻ കൺട്രി ആയിട്ട് ഞങ്ങൾ എടുക്കുന്നു, കാരണം അവിടെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. പലരും അതിനെന്തെങ്കിലും കാരണം പ്രത്യേകിച്ച് പറയാനുണ്ടോ? കാരണം അവിടുത്തെ സാലറി വൈസ് ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ക്ലൈമറ്റ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എല്ലാം നല്ലതാണ്. വർക്കിംഗ് കുറവാണ്. എക്സ്ട്രാ വർക്കിംഗ് അവേഴ്സിനൊക്കെ നമുക്ക് അതനുസരിച്ച് അവർ പേ ചെയ്യും. അപ്പം എല്ലാം കൊണ്ടും എല്ലാവരും പ്രിഫർ ചെയ്യുന്ന യൂറോപ്യൻ രാജ്യങ്ങളാണ്. പിന്നെ രോഗികൾക്ക് കുറിച്ചൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും അല്ലേ? ബ്രിട്ടീഷുകാർ നല്ല സാഹിബന്മാരൊക്കെ ആയിരിക്കും രോഗികള്. അല്ലാണ്ട് കിളച്ചപ്പോ കാലേട്ട് കൊണ്ടു, രാവിലെ വളം കടിച്ചു, ഇത് വന്നു അതൊന്നും ഉണ്ടാവില്ല. നല്ല സ്റ്റാൻഡേർഡ് രോഗികളെ കിട്ടും. അതാണ് കാര്യം അല്ലെ? ഇനി അടുത്ത ആരോടാണ് ചോദിക്കേണ്ടത്? അടുത്തത് മിൽബിസിനോട്. മിൽബീസ്. ഓസ്ട്രേലിയ. ഈ മിഡിൽ ഈസ്റ്റ് ലണ്ടനിലുണ്ടായിരുന്ന ഒരുപാട് പേര് ഈ സാമ്പത്തിക മാന്ദ്യം വന്ന സമയത്ത് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറി പാർത്തിട്ടുണ്ട്. ഓസ്ട്രേലിയ ഇപ്പം വളരെ സ്ട്രോങ് ആയിട്ട് നേഴ്സുമാർക്ക് വേണ്ടി
പാടുപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അടുത്തത് അജീഷ്. അജീഷ്. ഗൾഫ് കൺട്രീസ്. അജേഷ്. കാനഡ. 31% പേര് വന്നു. ഈ ഏതാണെന്ന് നോക്കട്ടെ. ഈ തുറക്കൂ. ആഫ്രിക്കൻ രാജ്യങ്ങൾ 5% പേര്. അപ്പം ഈ കാര്യത്തിലൊരു തീരുമാനമായി. വീണ്ടും നിങ്ങളിൽ ആരാണ് ആദ്യം പറയേണ്ടതെന്ന് അറിയാൻ വേണ്ടി പുരുഷു വരികയാണ്. ഇപ്രാവശ്യം നമുക്ക് ആദ്യം അജീഷിൽ നിന്ന് തുടങ്ങാം. ബി. ഡിന്നി. സി. മിൽബിസ്. എ. അജേഷ്. ഡി. ഇനി ആരോടാണ് നന്ദിനി ആദ്യം ചോദ്യം ചോദിക്കേണ്ടത്? ആദ്യം ഡിന്നിയോട്. ഡെന്നി, ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? എവിടെയൊക്കെ ഉണ്ടാവാറുണ്ടോ? ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഹോസ്പിറ്റലിൽ എമർജൻസി ഇതിനകത്തുണ്ടാവും, ഡിപ്പാർട്ട്മെന്റിനകത്തുണ്ടാവും. പിന്നെ വണ്ടി, ബസ്. ഫസ്റ്റ് എയ്ഡ് കിറ്റിന്റെ മലയാളം എന്താണ്? അത്യാഹിത. അത്യാധുനിക. അത്യാഹിതോ? അല്ല, അത്യാഹിത. ആ, ഫസ്റ്റ് എയ്ഡിന്റെ മലയാളം എന്താണ് ഡിന്നി? അതിനൊരു പായസമായിട്ട് ബന്ധമുണ്ട്. പായസമായിട്ടോ? ആ. ഇനി എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? പ്രഥമ ശുശ്രൂഷ കിറ്റ് എന്നാണ് അതിന് പറയുന്നത്. പ്രഥമൻ എന്ന് പറഞ്ഞാൽ ഒരു പായസമാണ്. അതാണ് പായസമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞത്. പിടികിട്ടിയോ? ഭാഗ്യം അണ്ടിപ്പരിപ്പ് പാത്രം എന്നൊക്കെ പറയാഞ്ഞത്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചുറ്റിപ്പോയനെ. കേട്ടോ? ചോദ്യം: വീട്ടിലൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ ഉണ്ടാവണം? ഫുൾ തിങ്സിന്റെ പേര് പറയണോ അതോ? നമ്മളൊരു സാധനം പറയുള്ളൂ. ഏറ്റവും പ്രധാനമായിട്ട് അതിൽ ഉണ്ടാവേണ്ടത് എന്താണ്? കോട്ടൺ. കോട്ടനോ? പഞ്ഞി. പഞ്ഞി, അങ്ങനെ പറയൂ. അജീഷ്. മുറിവിനുള്ള മരുന്ന്. അടുത്തത് മിൽബിസ്. ബാൻഡേഡ്. 18% പേരാണ് ബാൻഡേഡും പ്ലാസ്റ്ററും പറഞ്ഞിരിക്കുന്നത്. ഇനി ആരാണ്? അജേഷ്. അജീഷേ. മുറിവ് ക്ലീൻ ചെയ്യാനുള്ള ലോഷൻ. ലോഷൻ, മുറിവ് ക്ലീൻ ചെയ്യാനുള്ള ലോഷൻ. നോക്കട്ടെ. അണുനാശിനി. ഇല്ല. നമുക്ക് വെറുതെ സി എന്താണെന്നൊന്ന് അറിയാം. സി, പൊള്ളനിലുള്ള മരുന്ന്. ഓപ്പൺ. ഇ, പനി തലവേദനയ്ക്കുള്ള മരുന്ന്. ഇടയ്ക്കിടയ്ക്ക് വരുന്ന സാധനങ്ങളും പെട്ടെന്ന് വീട്ടിൽ പറ്റാൻ സാധ്യതയുള്ള കാര്യമാണ് പൊള്ളലും പനിയൊക്കെ. ഇനി നിങ്ങളോട് ഉള്ള 3 ചോദ്യങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളിൽ ആരാണ് ജയിച്ചിരിക്കുന്നത് എന്നുള്ള അറിയാം. ഒരു ഡിസ്ചാർജും കൂടി ഇവിടെ നടക്കാൻ പോവുകയാണ്. ആരാണ് പോകുന്നതെന്ന് കണ്ടറിയാം. അജീഷ് ജോൺ 56, അജീഷ് മാത്യു 69, മിൽബിസ് 43, ഡിന്നി 77. ഇതാണ് നമ്മുടെ മാർക്ക് നിലവാരം. മിൽബിസ് ഈ റൗണ്ടിൽ നിന്നും ഡിസ്ചാർജായി പുറത്തേക്ക് പോവുകയാണ്. ഇതിന് തൊട്ട് മുമ്പ് പോയ മിനുവിന്റെ കൂട്ടുകാരിയാണ് മെൽബിസ്. ഇവര് തമ്മിലായിരുന്നു ഇതിനു മുമ്പ് സൗഹൃദം. അതുകൊണ്ട് മിനുവിനെ മാനസികമായ ആശ്വാസം കൊടുക്കാൻ തൊട്ടു പുറകെ തന്നെ മെൽബിസും പോവുകയാണ്. ഇവർ പുറത്തു നിന്നതിന് സ്നേഹം പങ്കുവയ്ക്കും, ഇന്റർവെല്ലിന് ഐസ്ക്രീം കഴിക്കും, എല്ലാം ചെയ്യും. ഇല്ലേ? പിഷുചേട്ടനാണെങ്കിൽ മിൽബിസിന്റെ പേരൊന്ന് പഠിച്ചു വന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് മിൽബിസ് അങ്ങ് പോയി. ഞാനൊന്ന് പഠിച്ചു വന്നപ്പോഴത്തേക്ക് അത് പോവുകയും ചെയ്തു. മിൽബിസെ പറയുക അവസരത്തിൽ എന്താ ഞങ്ങളോട് പറയാനുള്ളത്? ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് ഇങ്ങനത്തെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ വരുന്നത്. അത് പിന്നെ നിങ്ങളൊക്കെ കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ സന്തോഷമുണ്ട്. നിങ്ങളുടെ ഹോസ്പിറ്റലിലെ റൂമുകളിൽ TV ഉണ്ടോ? ഉള്ള റൂമുണ്ട്, ഇല്ലാത്ത റൂമുണ്ട്. TV ഉള്ള റൂമുകളിൽ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന ദിവസം രോഗികളോട് പറയോ, ഇന്നൊന്ന് കണ്ടേക്കണേ, ഒരു ചെറിയ സാധനം ഉണ്ട് എന്നുള്ള സാധനം. ഇഞ്ചക്ഷൻ എടുക്കുന്ന കൂട്ടത്തിൽ ഇന്ന് രാത്രി 8 മണിയാകുമ്പോൾ വന്നാൽ മതി. TV ഒരു സാധനം പറയോ ഇല്ലയോ? ഞാനായിട്ട് പറയില്ല, പിന്നെ ആര് എന്ന് പറയും? ഞങ്ങൾ വന്ന് പറയണം എല്ലാ ഹോസ്പിറ്റലിലും ചെന്നിട്ട് ഓരോ ഇളം കൊട്ടി എണീപ്പിച്ചിട്ട് ആര് പറയും? ഞാൻ പറയില്ല. അതിലൊക്കെ പറഞ്ഞാൽ മതി. മൈക്കിൽ സന്ധ്യക്ക് പ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പോൾ മൈക്ക് എടുത്ത് വെച്ചിട്ട് ഒറ്റ വിളി. 8 മണിക്ക് അമൃത TVയിൽ ഇവിടുത്തെ നേഴ്സ് പങ്കെടുക്കുന്ന ഹോം മിനിസ്റ്റർ ഉണ്ടായിരിക്കുന്നതാണ്. പറയിക്കാനുള്ള ഏർപ്പാട് ചെയ്യുമോ? ഒച്ചതി വാതർന്ന് പറയൂ, എന്നിട്ട് ഞങ്ങൾ അറിയിക്കുമോ? ഓക്കെ. മെൽബീസിനുള്ള സമ്മാനങ്ങൾ കൊടുക്കൂ.